വാഗമൺ ട്രിപ്പിന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നത് വാഗമണിലെ ഏറ്റവും ഫേമസ് റിസോർട്ടുകളിൽ ഒന്നായിട്ടുള്ള വിന്റർ വെയിലിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ആ ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കൂ. അതിന്റെ ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമ്മളിന്ന് കാണാൻ പോകുന്നത് വാഗമണിലെ മറ്റൊരു ഫേമസ് റിസോർട്ടായ ഫാൽക്കൺ ക്രസ്റ്റിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് റിസോർട്ടും അതിന്റെ കാഴ്ചകളും ഒക്കെ കാണാം. അപ്പോൾ ഞാനിപ്പോൾ വാഗമണിലെ നമ്മുടെ സെക്കൻഡ് റിസോർട്ടായിട്ടുള്ള ഫാൽക്കൺ ക്രസ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 1 മണിയായിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നമ്മുടെ ഫാൽക്കൺ ക്രസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഞാൻ റിസപ്ഷനിലേക്ക് പോവുകയാണ്. നമ്മുടെ ചെക്ക് ഇൻ പ്രൊസീജിയറൊക്കെ ക്ലിയർ ചെയ്ത ശേഷം നമുക്ക് റൂമിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ റിസപ്ഷൻ്റെ ഫ്രണ്ടിലായിട്ട് സാനിറ്റൈസറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വിസിറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള രജിസ്റ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചറും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫാൽക്കൺ ക്രസ്റ്റിൻ്റെ റിസപ്ഷന് തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു കുട്ടി ഗാർഡൻ സെക്ഷനാണ്. അപ്പോൾ കുറച്ച് സമയം റിസപ്ഷൻ്റെ ഫ്രണ്ടിലൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് നിന്ന ശേഷം ഞാൻ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ റൂമിന് ഫ്രണ്ടിൽ ഇവിടെ സാനിറ്റൈസറൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ റൂമിലേക്ക് കയറുകയാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഇവിടെ ഒരു ഡൈനിങ് ഹാള് പോലെ കുറച്ച് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു മിനി ഫ്രിഡ്ജും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അതിൻ്റെ സൈഡിലായിട്ടാണ് ബാത്റൂം വരുന്നത്. അതിനുശേഷം ബെഡ്റൂം. അപ്പോൾ റൂമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി.
അപ്പോൾ റൂമിൽ ഇതേ ഫുഡിൻ്റെ ഒരു മെനു കാർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഫുഡൊന്നും ഓർഡർ ചെയ്യുന്നില്ല. ഞാനിവിടെ വന്ന സമയത്ത് നമുക്ക് ഉച്ചക്കലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫുഡ് വരാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഞാൻ മീൽസാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ച ശേഷം ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഇത് നമ്മുടെ ബാൽക്കണി വ്യൂ ആണ്. ഞാൻ ഫുഡൊക്കെ കഴിച്ച ശേഷം ബാൽക്കണിയിലൊന്ന് വന്നിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ റിസോർട്ടിന് നേരെ ഓപ്പോസിറ്റുള്ള മറ്റൊരു റിസോർട്ടാണ്. അപ്പോൾ ദേ സമയം ഇപ്പോൾ കറക്റ്റ് ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ വീട്ടിലൊക്കെ ഈ സമയത്താണ് ചായ കുടിക്കുന്നത്. അപ്പോൾ നമ്മുടെ റൂമിൽ ചായ ഇടാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇത് ചായ ഇടാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ചായ ഇടാനുള്ള എല്ലാ കാര്യങ്ങളും, അതായത് പാൽപ്പൊടിയും തേയിലപ്പൊടിയും കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഒക്കെ നമ്മുടെ റൂമിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ചായയോ കോഫിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായ എടുത്തിട്ട് ഞാൻ ബാൽക്കണിയിൽ വന്നിരുന്നു. ഇവിടെ നിന്ന് ചായ കുടിച്ച ശേഷം നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് പോവാം. നമ്മളിവിടെ വന്ന ശേഷം പുറത്തേക്ക് പോയില്ലല്ലോ. അപ്പോൾ നമുക്ക് ചായ കുടിച്ച ശേഷം പുറത്തേക്ക് പോയിട്ട് അവിടുത്തെ ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഞാൻ ചായ കുടിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങി. ഇത് നമ്മുടെ റൂമിന് തൊട്ട് സൈഡിലായിട്ട് മറ്റൊരു സ്ഥലം കണ്ടു. അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. എനിക്ക് തോന്നുന്നു ഇത് താഴത്തേക്കുള്ള റൂമിലേക്കുള്ള വഴിയാണെന്നാണ് തോന്നുന്നത്. ഇങ്ങോട്ടേക്കൊരു വഴി കണ്ടതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാൻ വന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്കല്ല പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ റൂമിന് മേലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സൈഡിലൊക്കെ മറ്റു റൂംസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. കണ്ടോ, ഇത് മറ്റൊരു റൂമാണ്. ഇവിടെ വൈകുന്നേരം ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നല്ല നിശബ്ദമായിട്ടുള്ള അന്തരീക്ഷമാണ് കേട്ടോ. വലിയ ബഹളം കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊക്കെ ഇവിടെ ഇരുന്നിട്ട് നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇവിടെ കുറച്ച് സമയം ഇരുന്ന് ഞാൻ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ സമയം ഇരുന്ന ശേഷം നമുക്ക് റിസപ്ഷനിൽ പോയിട്ട് അവിടെ ഫുഡ് ഓർഡർ ചെയ്യണം രാത്രിയിലത്തേക്ക് വേണ്ടിയിട്ട്.
അപ്പോൾ ഇപ്പോൾ ഇതേ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ന വഴിയേ തിരികെ ഇറങ്ങി പോവുകയാണ്. നമ്മളിപ്പോൾ റിസപ്ഷനിലേക്ക് പോവാം കേട്ടോ. റിസപ്ഷനിൽ ചെന്നിട്ട് വേണം നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. നമ്മളിപ്പോൾ ഏതൊരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ രാവിലെയൊക്കെ കാണുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ഒരു ഭംഗി കൂടുതലാണ് ഈ രാത്രി സമയത്ത് കാണാനായിട്ട്. പ്രത്യേകിച്ച് ഈ ലൈറ്റ്സ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ. ഇവിടെ തന്നെ ലൈറ്റ്സ് ഒക്കെ ഇട്ടപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ റിസപ്ഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞാനിപ്പോൾ കയറാൻ പോകുന്നത്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇവിടെയും നല്ല ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത ശേഷം ഞാൻ തിരികെ റൂമിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ഫുഡ് കൊണ്ടുവരാറായിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 8:30 അപ്പോൾ ഫുഡ് കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുവരെയും ഞാൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ സിസിലറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചപ്പാത്തിയും ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് പരിപാടി ഈ ഒരു ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഇവിടെ കുറച്ച് സമയം നിന്ന ശേഷം ഞാൻ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ദേ റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഞാൻ ദേ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് ബൊഫെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് ഫുഡ് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് റൂമിലേക്ക് പോകണം.
അതിനുശേഷം നമുക്ക് ബാഗൊക്കെ പാക്ക് ചെയ്ത ശേഷം ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യേണ്ട സമയമാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ കുറച്ച് സമയം ഞാനിവിടെയൊക്കെ നിന്ന ശേഷം റൂമിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം തിരികെ റൂമിലേക്ക് പോയി ബാഗൊക്കെ പാക്ക് ചെയ്യുകയാണ്, തിരികെ നമുക്ക് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വെക്കേറ്റ് ചെയ്ത സമയത്ത് അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സ് തന്നിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇങ്ങനെ പാക്ക് ചെയ്താണ് തന്നേക്കുന്നത്. നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഞാൻ നമ്മുടെ ഫാൽക്കൺ ക്രസ്റ്റിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോണേ. അപ്പോൾ ഇനി ഒരു ചുരുങ്ങിയ വെക്കേഷൻ കാലയളവ് ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത യാത്ര വാഗമണിലേക്ക് ആവട്ടെ. അങ്ങനെ വാഗമണിലേക്ക് ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ട്രാവൽ വ്ലോഗ് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രാവൽ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇനി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും തന്നെ കണ്ടുമുട്ടാം.